നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ? ഒരു വവ്വാലിന്റെ മണമാണ് അടി വണ്ടിയുടെ ഉള്ളിൽ. പിന്നെ വവ്വാലിന്റെ ഉള്ളിൽ കയറി ഉറങ്ങണേണല്ലോ. അപ്പൊ നമുക്ക് ചെയ്തു ഉറങ്ങണേ, നമുക്ക് ഈ വണ്ടി എടുത്തൊന്ന് കറങ്ങി അടിച്ചിട്ട് വരാന്ന് പറയണേ. നമുക്ക് ആളുകൾ ഇരിക്കേണ്ട സ്ഥലത്ത് പെലികളായിരിക്കും. എങ്ങനെയുണ്ട് ഗീ കേക്ക്? അല്ല, ഗീ ബിസ്ക്കറ്റ് നല്ല ഇത്തിരി മധുരം കൂടുതലാണ് ആണല്ലേ. ഐസ്ക്രീമിന് ഇച്ചിരി മധുരം കൂടുതലുണ്ട്. പിന്നെ ഇടിയപ്പം, ഇടിയപ്പത്തിന്റെ ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെങ്ങനെ? അപ്പൊ ഞങ്ങൾ ഇന്ന് ഫ്രൈഡേ ആണ്, ഇന്ന് പുറത്തൊന്ന് കറങ്ങി അടിക്കാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കണേ. ചിലപ്പോ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൂസ്റ്റ് കുലിക്കോ. കടകളൊക്കെ മിക്കത് അടഞ്ഞിട്ട് ആണല്ലേ. ഈ സമയത്ത് പിന്നെ ഇവിടെ ഫുൾ കടകളൊക്കെ. ഇനി എനിക്ക് തോന്നുന്നു ജ്യൂസ് കട, ഷെയ്ക്ക്, ഗ്യാസ് വെച്ചിട്ട് ചെയ്യണ്ടാത്ത ഷവർമ ഒന്നും ഉണ്ടാവില്ലേ? എന്താ ചെയ്യാ? എന്താ ചെയ്തിട്ട് ഇങ്ങനെ ഒരിക്കലും ഒരു ഇത് വന്നിട്ടില്ല അല്ലേ. ഒരു വവ്വാലിന്റെ മണമാണ് അടി വണ്ടിയുടെ ഉള്ളിൽ. പിന്നെ വവ്വാലിന്റെ ഉള്ളിൽ കയറി ഉറങ്ങണേണല്ലോ. അപ്പൊ നമുക്ക് ചെയ്തു ഉറങ്ങണേ, നമുക്ക് ഈ വണ്ടി എടുത്തൊന്ന് കറങ്ങി അടിച്ചിട്ട് വരാന്ന് പറയണേ. നമുക്ക് പെട്രോൾ അടിക്കട്ടെ. കേട്ടാ, നമ്മളെങ്ങടാ പോണേ? നമ്മളിപ്പോ പോകുന്നത് ഒരു മിൽമയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടോ, തുറന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ്. അതായത് പിന്നീട് വന്ന് വീഡിയോ എടുക്കുക. ഇല്ല, നമുക്കിപ്പോ അവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ഒരു. എവിടെയാണ് സ്ഥലം? എടപ്പള്ളി, മറ്റേ ഇവളുടെ ഇതില്ലേ, അതിന്റെ പേര് പറഞ്ഞ പല്ല് ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ പണ്ട് പോവില്ലായിരുന്നു, പത്തിരിപ്പാലോ? അവിടെയാണോ? അതിന്റെ അടുത്തെങ്ങാണ്ടുമാണ്. അപ്പൊ ആ റൂട്ടാണ് നമ്മൾ പിടിക്കണത്. അതിലേക്ക് പോയിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പിന്നെ എറണാകുളത്ത് വരും. ഓക്കെ. ചെറിയ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞത്. നല്ല ഉഷാറായിട്ട് പെയ്തെങ്കി ഒന്ന് തണുത്താനെ അല്ലേ. ഈ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ബിരിയാണി ഹട്ടുണ്ടാ? ബിരിയാണി ഹട്ട് ഉണ്ടാവും, നോക്കട്ടെ കേട്ടാ. നോക്ക് കാണിക്കല് ബിരിയാണി. അയ്യോ, നമ്മുടെ ബിരിയാണി ഹട്ടൊക്കെ അടച്ചാ. എന്താണ് സമയം? എത്ര സമയം? ഇപ്പോഴൊന്നും ആയിട്ടില്ല അടക്കാൻ. ചെയ്തേട്ടാ, നമുക്ക് എന്ത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാസിന് ഇത്രയും പ്രശ്നം വരാൻ കാരണം ഒരു കൊല്ലം അങ്ങനെ നമുക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. അതായത് നമുക്ക് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, മായാവി റെസ്റ്റോറന്റ്. എവിടെ? മായാവി നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിന്റെ തൊട്ടടുത്ത്. അവർക്കൊക്കെ ഇത്തിരി ഉണ്ടാവുള്ളൂ. പറഞ്ഞില്ല ചെയ്തിട്ട് എന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിന് തെന്നി പോകുന്നു. അതായത് നമ്മുടെ ഇറാന്റെ തൊട്ടടുത്ത് ഹോർമൂസ് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞൊരു, ഹോർമൂസ് കടലിടുക്ക് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിലെ കൂടിയാണ് ഇന്ത്യയിലോട്ടുള്ള ഷിപ്പുകളൊക്കെ വരണത്. സൗദി അറേബ്യന്നും അവിടെ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ ഓയില് കൊണ്ടുവന്നിട്ട് ഓയിലും ഗ്യാസൊക്കെ കൊണ്ടുവരുന്നത് ആ വഴി. അത് ഇവന്മാരെ അടച്ച്. പക്ഷെ ഇപ്പൊ രണ്ട് ഷിപ്പ് ഇന്ത്യയുടെ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിപ്പോ ന്യൂസ് കാണിക്കുന്നുണ്ട്. പക്ഷെ രണ്ട് ഷിപ്പൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യം ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മളൊക്കെ? ഇത് ഡെയിലി ഇങ്ങനെ ഷിപ്പുകൾ വന്നോണ്ടിരിക്കേണ്ടതാണേ, മനസ്സിലായ? ഡെയിലി ഇങ്ങനെ ഷിപ്പുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണത്. അതിന്റെ അകത്ത് ഇപ്പൊ 4-5 ദിവസം മുടങ്ങിയില്ലേ, അപ്പൊ അതിന്റെ ഷോർട്ടേജ് ഇനി എന്തായാലും ഉണ്ടാവും. അതുമല്ല, ഇപ്പൊ നമ്മളൊക്കിനി വീട്ടിലെ ഗ്യാസ് ഒക്കെ തീർന്നു പോയാലോ? ഹോട്ടലും ഇല്ലല്ലോ. വീടുകളിലോട്ടുള്ള ക്ഷാമം ഇതുവരെ ഇത് തുടങ്ങിയിട്ടില്ല. അല്ല, നമുക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റിണ്ടായില്ലല്ലോ. ബുക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. വൺസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ആഫ്റ്റർ 25 days കഴിഞ്ഞിട്ട് അനദർ ബുക്കിംഗ് പറ്റത്തുള്ളൂ. ആണോ? അല്ല, അപ്പൊ നമ്മളിനി ഇപ്പൊ നമുക്ക് പറ്റണില്ലല്ലോ. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഇനി 21 days നോക്കിയിരിക്കണോ ഗ്യാസ് വരാനായിട്ട്? ഇല്ല, വൺസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഗ്യാസ് വരുമോ? അങ്ങനെയാണ് അവര് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ ബുക്ക് ചെയ്യണ കാരണേ നമുക്ക് കിട്ടും. ഇപ്പൊ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ വരുമായിരുന്നു. നമുക്കൊരു ഗ്യാസ് വന്ന് ഒരാഴ്ച നമ്മള് ബുക്ക് ചെയ്ത 2 ദിവസത്തിനുള്ളിലൊക്കെ ഗ്യാസ് കിട്ടുമായിരുന്നു. ഇനിയിപ്പൊ അതൊന്നും ഇല്ല അല്ലെ. ഇപ്പൊ ഇൻഡക്ഷൻ ടോപ്പറൊക്കെ അല്ലേ എല്ലാരും മേടിക്കണം. ഇൻഡക്ഷൻ കുക്കർ അല്ല, ഇൻഡക്ഷൻ
ഇൻഡക്ഷൻ കുക്കർ. INDUCTION. ഇൻഡക്ഷൻ കുക്കറാണ്, ഇൻഡക്ഷൻ സ്റ്റൗ ആണ്. എനിക്കറിയില്ല, അത് ഇല്ലെന്നാ പറയണത്. ഇടിനോണച്ചിപ്പാറ് ഇതൊക്കെ 1 ബ്ലോക്കാണ്. ഇപ്പൊ 1 കച്ചവടം ഇരിക്കും ഇങ്ങനെ ഉള്ള സ്ഥലത്ത്. ആർക്കും ഉണ്ടാവൂല ഇതോട്ട ഗ്യാസ്. നമ്മക്ക് മാത്രമുണ്ട് ഗ്യാസ്. ഇതെന്താ ഗ്ലാസ് തുറക്കണ ചുമന്ന? നല്ല ഭംഗിയുണ്ട് രാത്രിത്തെ ലൈറ്റ്സും. മനസ്സിനൊരു സന്തോഷവും പുറത്തിറങ്ങിയിട്ട്. ഇത്രയും ദിവസം പരീക്ഷയുടെ പുറകെയായിരുന്നു ലച്ചു. പിന്നെ ഫ്രൈഡേ അല്ലേ? തട്ടുകടയൊന്നും ഇല്ല. നമ്മളൊരു ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ലക്ഷ്യം ഉണ്ടല്ലേ മിൽമ. ഇതെന്താ മഴ എന്ന് വെറുതെ നമ്മളെ കൊതിപ്പിച്ചിട്ട് അപ്പൊ തന്നെ പോയി കളഞ്ഞല്ലേ ഇതോട്ടാ. ഇങ്ങനെ പെയ്യുമ്പോഴാ ചൂടൊക്കെ കൂടുക. ഞാനിന്ന് ജോഷന്റെ വീട്ടിൽ ചെന്നപ്പോ ജോഷന്റെ അമ്മ പറഞ്ഞേ ഇന്ന് മഴയുണ്ടാവുകയാക്കി. അപ്പൊ ഞാൻ ഇന്നുണ്ടാവോ അതിന്? കാരണം നല്ല ചൂടാണ് പുറത്ത് വെയിലും. ഇന്നൊരു മഴക്കുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതേ ഒരു പൊടിമഴയെങ്കിലും അപ്പ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഐസ്ക്രീം ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. എന്തെന്നാ വേണ്ടത്? ഇത് യോഗട്ടൊക്കെയാണ്. എല്ലാം മിൽമയുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ടെൻഡർ കോക്കനട്ട് ഉണ്ട്, കോക്കനട്ട് വാട്ടർ 47 രൂപ. മിൽമയുടെ മാംഗോ ഉണ്ട്. കേക്ക് വേണോ അച്ഛന്? വെജ് ബിരിയാണി എത്രയാണ്? ഇൻസ്റ്റന്റ് പനീർ മസാലക്ക് ഇത് ഈ പാൽപ്പൊടി വെച്ചത് കൊറേ ഉണ്ട് കേട്ടാ. മിൽക്ക് റസ്ക് ഉണ്ട്, ബട്ടർ റസ്ക് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കൊറേ ബട്ടർ ഡ്രോപ്സ് ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കേക്ക്. കൊറേ കാര്യങ്ങളുണ്ട്. അച്ഛന് വലിയ ഇഷ്ടമായിരിക്കും. ഞാൻ ഏതാ എടുക്കണ? ഇതെന്നാ ഇത് മതി എനിക്ക്. എന്റെ ഫോണിലൊരു വെള്ള കളർ വന്നത് കേട്ടോ. താനാ ബില്ല് ചെയ്തേക്കുന്ന ലച്ചുവിന്റെയിലും ഉണ്ട്. മിൽമയുടെ ഗീ, ബട്ടർ പൊറോട്ട ഹാഫ് കുക്ക്ഡ്. ഇതുണ്ടോ ബട്ടർ പൊറോട്ട? അതെ, ഇത് പിന്നെ ഇത് ജിഞ്ചറിന്റെ ഒരു ഗുലാബ് ജാമുൻ. നേരത്തെ ഞാൻ എടുത്തായിരുന്നു വീഡിയോ, പക്ഷെ അത്ര ക്ലിയർ ആയില്ലായിരുന്നു. ഇതെന്താ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടെൻഡർ കോക്കനട്ട് 38 rupees ഉള്ളൂ. നമ്മുടെ കേക്കില് കേക്ക് ആ നിന്റെ ഒരു 100 രൂപ ഉണ്ടായിരുന്നില്ലേ? അത് വണ്ടിയിലാ, കാറിലാണ്. എടുക്കണോ? വേണ്ട. ഇത് നോക്കട്ടെ കേട്ടോ. അതേ കുക്കീസ് ഒക്കെ എത്രയാ നോക്കട്ടെ. ബട്ടർ ഡ്രോപ്സ് അതാ എന്റെ പേര്. പിന്നെ ഇടിയപ്പം, ഇടിയപ്പത്തിന്റെ ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെങ്ങനെ പൈസ വേണമായിരുന്ന? ഇതാവൂലേ? ഇതൊരു ടെൻഡർ കോക്കനട്ട് വാട്ടർ ഉണ്ട് 38 rupees.
മാറി നിന്റെ എന്താ പ്രത്യേകത എന്താ? ചെയ്തോട്ടെ, ഞങ്ങളപ്പോ കഴിക്കട്ടെ. മാങ്ങയുടെ മണം. അൽഫോൺസ മാംഗോ ഇല്ലേ, അതിന്റെ മണം. നോക്കട്ടെ, ഉള്ളില് ഡ്യുവറ്റ് ആണ്. നിന്റെ ഡ്യുവറ്റ് ആണോ? എല്ലാരും മാംഗോ എടുത്തല്ലോ, എന്റെ ഫ്ലേവർ ആണല്ലോ നിങ്ങളൊക്കെ എടുത്ത്. ഒരു ഈറ്റിംഗ് ചലഞ്ച് വെച്ച് അച്ഛൻ തന്നെ ജയിക്കും. ഇത് ഇപ്പൊ തന്നെ ഐസ്ക്രീം തന്നെ എന്റെ തീർന്നിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായി, ഭയങ്കര ഒരു പാലിന്റെ ടേസ്റ്റ്. നോക്കട്ടെ, എന്താ വാങ്ങിയത്? എന്താ? ഗീ ബിസ്ക്കറ്റ്. ഇതെന്താ നോക്കട്ടെ അമ്മ. കാറിൽ പോവും, പൊടിയാവും. ഇതിപ്പോ കഴിക്കാൻ പറ്റുമോ നിനക്ക്? അച്ഛനോടാ ഇതെടുക്കാൻ, നിനക്ക് കപ്പ് കേക്ക് കുറെ എടുക്കായിരുന്നില്ല ഒരു പാക്കറ്റ്? ബിസ്ക്കറ്റാ? എന്ത് പറ? ഇതിന് എത്ര ചെയ്തേട്ടാ? ഓൺലി 10 rupees. എനിക്ക് വേണ്ട ബിസ്ക്കറ്റ്. ചേട്ടൻ കഴിക്കാൻ എടുക്കാം. എങ്ങനെയുണ്ട് ഗീ കേക്ക്? അല്ല ഗീ ബിസ്ക്കറ്റ് മധുരം കൂടുതലാണ് ആണല്ലേ? ഐസ്ക്രീമിന് ഇച്ചിരി മധുരം കൂടുതലുണ്ട്. കഴിക്കടോ? മധുരം വേണ്ടേ? ആണോ? ഇത്രയും മധുരം ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടാ പറഞ്ഞിട്ട് പോണത്. അപ്പൊ നമ്മള് ലൈറ്റ് ഇട്ടോ, ഞങ്ങള് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഇനി ഒന്ന് എറണാകുളം വരെ ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വെറുതെ ഒന്ന് കറങ്ങിയടിച്ച് തിരിച്ച് വീട്ടിലേക്ക്. മഴ പെയ്തില്ല കേട്ടാ. ഞാൻ വിചാരിച്ചു അത്യാവശ്യം മഴയൊക്കെ ഒന്ന് പെയ്യാതിരിക്കുന്നു. വെറുതെ 2-3 തുള്ളി പേരിന് മഴ പെയ്തില്ല. വേറെ എവിടെയെങ്കിലും ഒക്കെ പെയ്യുന്നുണ്ടാവും. പക്ഷെ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടാടി? ചെയ്തന്നെ ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ല, പക്ഷെ ഇതിനെക്കാട്ടി നല്ലത് അരുൺ ഐസ്ക്രീം എനിക്കിഷ്ടം. വെറൈറ്റി ഇത്ര മധുരം വേണ്ട. ഓവർ മധുരമാണ് മാംഗോ കേക്ക് അല്ലേ? മധുരത്തിന്റെ ഒരു അതിപ്രസരം ഉണ്ട്. പക്ഷെ എനിക്ക് പോലും മധുരം എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അരുൺ ഐസ്ക്രീമിലെ വെറും ഐസ് ക്യാൻഡിയുടെ മാംഗോ അല്ലെ? ഇത് റിച്ച് ആണ് ശരിക്കും. നമ്മളൊരു മാങ്ങ പുളി കഴിക്കണ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൺലി 15 rupees. ഇഷ്ടം. ഞാൻ അത് കഴിക്കാനായിരുന്നു എനിക്കിന്ന് മോഹം ഉണ്ടായിരുന്നത്. ഞാൻ ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടത്. അപ്പളാ ചെയ്തിട്ട് ഞാൻ ഷേവ് ചെയ്തിട്ടത്. നമ്മളതിന് ഇവിടെ പോണത്. അപ്പളാ പറഞ്ഞത് നമുക്ക് മിൽമയുടെ അവിടെ പോവാം. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞാൻ നമ്മുടെ അവിടെ വന്നേക്കാൻ ഒരു പുതിയൊരു ഐസ്ക്രീം ഷോപ്പ് കാണിച്ചത്. കേറൂല. അയ്യോ ഇനി വേണ്ട. ഐസ്ക്രീം വേണോ അടി നിനക്ക്? അവൾക്ക് എത്ര കഴിച്ചാലും മതിയാവൂല കേട്ടാ. എന്ത് രസാ രാത്രി ഒന്ന് പുറത്തിറങ്ങി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുറത്ത് രാത്രിയാ. കാരണം വെയിലില്ല, ചൂടില്ല, ഒന്നുമില്ല. സ്വസ്ഥമായിട്ട് പോവാ. കോഴിയൊക്കെ എങ്ങോട്ടാ പോണത്? കാര്യം ചെയ്യാനായിട്ട് ഗ്യാസ് ഇല്ല. കോഴി വണ്ടി പാവങ്ങള് ഗ്യാസ് ഒന്നും ചെയ്തപ്പോ അത് കറക്റ്റ് ആണ്. എന്താ ഇനി അൽഫാമൊക്കെ എങ്ങനെ നമ്മള് കഴിക്കും? ഗ്രിൽഡ് ചിക്കൻ, കുഴിമന്തി. ഇനി വീട്ടിലൊക്കെ കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോഴാണ് പുറത്തെ മന്തി, അൽഫാമൊക്കെ. അപ്പോഴാണ് എനിക്ക് ഒരു വീട്ടിലെ ഫുഡിന്റെ വില അറിയുള്ളൂ. എത്ര മതി, കഞ്ഞി എന്തെങ്കിലും മതി എന്ന് പറയും. ചായയൊക്കെ നമുക്ക്, എനിക്കങ്ങനെ ഉണ്ടാ. ചായ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറ്റൂല. ഇപ്പൊ ഞാൻ രാവിലെ എന്താണെങ്കിലും എനിക്ക് ചായ വേണം. എനിക്ക് തോന്നണേ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരണമെന്ന് തോന്നുന്നു. ഒന്ന് ഗ്യാസിന്റെ ഈ ഷോർട്ടേജ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി ആളുകൾക്ക് ഗ്യാസ് ആക്സസ് ഉണ്ട്. അതായത് ഒത്തിരി ഫാമിലീസ് ഇന്ത്യയില് ഗ്യാസിന്റെ യൂസേജ് ഉണ്ടല്ലോ.
എന്റെ ഗവൺമെന്റിന് എന്തോ സ്കീമൊക്കെ വെച്ചിട്ട് ഇപ്പൊ ആളുകൾ ഉപയോഗിക്കണം കൂടിയിട്ടുണ്ട്. സോ പണ്ട് ഇപ്പൊ ഗൾഫ് യുദ്ധ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. ആരും ന്യൂസിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാലും അത് ഇത്തിരി കഷ്ടം ഇപ്പൊ ഇതില്ലാത്തത്. അൽത്താസ് ഉണ്ടട്ടാ, ഷവർമ്മ കഴിക്കാട്ടാ. ഞാൻ കൊറേ നാളായി ഒരു ഷവർമ്മ, വലിയൊരു ഷവർമ്മ കഴിച്ചിട്ട്. നമ്മളെല്ലാം ചെറിയ ചെറിയ ഷവർമ്മയല്ലേ കഴിക്കാറ്. ഇനി അവിടെ ചെന്നിട്ടാണെങ്കിൽ കൈവേന എടുക്കണം. ചെയ്തിട്ട് ഒരു പുതിയ ഐസ്ക്രീം കട കാണിച്ചു തരാന്ന് പറയുന്നുണ്ട്. പക്ഷെ കാണിച്ചു തരിക മാത്രമേ ചെയ്യുള്ളൂ അല്ലെ? എനിക്ക് വേണ്ട ഇനി. ഏതാണ്? ഇതാണോ ഇതിന്റെ പേരെന്തെന്നാ? പേരെന്താ ഇതിന്റെ? എന്തെന്നാണ് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. SHW നോട്ട് യുവർ റെഗുലർ സ്കൂപ്പ്. നമുക്ക് ഒരു ദിവസം വരാം. ഇവിടെയൊക്കെ മഴ പെയ്തേക്കണു. റോഡ് നനഞ്ഞു കിടക്കണ. നമ്മുടെ പാലായി വട്ടം, മാമംഗലം അവിടെയൊക്കെ. അങ്ങോട്ടില്ല. പത്തടിപ്പാലം ആ റൂട്ടില്ല. ലുലുവിന്റെ അവിടെ ഒന്നും മഴയില്ല. ഇവിടെ ഇതിന്നൊക്കെ വെള്ളം വീഴണ മരത്തിന്നൊക്കെ ചെയ്തേട്ടാ. റോഡ് മൊത്തം നനഞ്ഞു കിടക്കണേ. നമ്മുടെ ഇടപ്പള്ളിയിലൊന്നും മഴയില്ല. ഇത് കഷ്ടം. അച്ഛനെന്നോട് പറഞ്ഞേ തണുപ്പൊക്കെ ആയിട്ടുണ്ടെന്ന് വീട്ടില് ഫോൺ അവിടെ ഇറങ്ങാൻ നിൽക്കും. അപ്പൊ ഞാനും വിചാരിച്ച നമുക്ക് രാത്രി ആയിരിക്കും ചെയ്തേക്കാം. അന്ന് അമ്മ വിളിച്ചപ്പോഴേ അവർക്ക് ഒരു 8 മണി 9 മണിയൊക്കെ പെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു 10:30 ആയപ്പോഴാ മഴ കിട്ടിയത്. പോസ്റ്റല്ല ഇവിടെ ഗ്യാസ് ഉണ്ട്. ഇനി നമ്മള് പാലം കയറിയതല്ലേ ലക്ഷ്മി? പേടിയാന്ന് പറഞ്ഞ ഈ പാലം. അയ്യോ, അപ്പൊ ലക്ഷ്മിന് ഒരു ദിവസം ബസ്സിൽ കയറ്റണം. ബസ്സിൽ പോകുമ്പോ ശരിക്കും വയറിന്റെ ഉള്ളിൽ നിന്ന് ഒരു സംഭവം ഇങ്ങനെ ഇതാവും ഇല്ലേ ചേട്ടാ? അപ്പൊ ക്യൂൻസ്ലാക്കേന്റെ അങ്ങോട്ട് പോണില്ലേ? നോമ്പ് തുറ പലഹാരം. ഇവിടെ ഭയങ്കര തിരക്കാണ്. ബൂസ്റ്റേഴ്സ് കണ്ട, ബൂസ്റ്റർ ഡ്രോപ്സ്. ഓ, അവിടെ പോയി കാണാൻ പറ്റില്ല. എന്റെ ഫോണിൽ സൂം ആവണില്ല. അവിടെ ഉണ്ടല്ല എന്ത് തിരക്കാന്നറിയോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഒരു ബൂസ്റ്റ് കുടിക്കണമെന്നായിരുന്നു. ഐസ്ക്രീം കഴിച്ചതോടുകൂടി ഞാൻ ഫേമസ് തട്ടുകടയാണ് കേട്ടോ ഇവിടെ. ഈ സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ അടുത്ത് അവിടെ ഇതൊക്കെ കിട്ടും. ചിക്കൻ ഫ്രൈ, കപ്പയും ബീഫും. നീറ്റാണ് കേട്ടോ അവിടെ. അവിടെ അടിപൊളിയായിട്ട് ഞാൻ അവിടെ പോയി കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവിടെ ഭയങ്കര തിരക്കാ. എനിക്ക് എന്താണോ ഓടോ കപ്പയും ഇറച്ചിയും കഴിക്കാൻ കൊതിയാവുന്നു. ക്വീൻസ് വാക്വേയുടെ അടുത്തേക്കാണ്. കാരണം നമ്മൾ ഇതുവരെ അവിടുത്തെ കടയൊക്കെ അടച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ വലിയ തിരക്കൂല എന്നൊക്കെ പറയണുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തിട വണ്ടി തിരിച്ചതായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞു കൊറേ കടകൾ ഉണ്ടായിരുന്നല്ല, ഭയങ്കര ഫുഡൊക്കെ ഇരുന്നല്ല. ഒരു ദിവസം വന്നിട്ട് ആ ഫുഡെല്ലാം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എനിക്ക് ആ ബ്രെഡും ഒരു ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു. അത് അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചു തരുമോ? ബ്രെഡും ബീഫും അവിടെ ഉണ്ടെങ്കിൽ നിനക്ക് 3 ബ്രെഡും നമുക്ക് ഒരു ദിവസം ഉണ്ടല്ലോ ചെയ്തിട്ട് ബ്രെഡ്. പക്ഷെ ഇനിയിപ്പോ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒന്നാമത് മഴ. അതാണ് അവിടെ എല്ലാരും പോയിന്നറിയാം അച്ഛന്. ഇല്ലടി, എനിക്ക് അവിടുത്തെ ഷോപ്പുകളൊക്കെ അടഞ്ഞ് കിടക്കുക. ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരുമോ? ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും മേടിച്ചു. ചെയ്തോട്ടാ, നമുക്ക് ഒരു ദിവസം ബ്രെഡും ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയാലോ? ബ്രെഡും ബീഫ് സ്റ്റൂവും. നാളെ രാവിലെ ഭക്ഷണം അറിയില്ല എന്താണ് എന്നുള്ളത്. എന്താടോ അറിയില്ല. പക്ഷെ ലൈറ്റ് ഒന്നും ഇവിടെ ഇല്ലതോ, അല്ലെങ്കിൽ ഫുള്ള് വെളിച്ചല്ലേ. ഈ ക്വീൻസ് വാക്ക് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ ഇതുവരെ. ഇത്ര അടുത്ത് നിന്നാ നമ്മളെങ്ങനെ കട? എന്റെ പൊന്നെ, ഇത് അറിയില്ല. എപ്പോഴും പറയണത് ഓർമ്മയുണ്ട്. ഇവിടെ 12 മണിയായാലും 1 മണി വരെ ആയാലും ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ദൈവമേ, ഒറ്റക്കടിയില്ലട്ടോ. എല്ലാം അടച്ചിട്ടേക്കണ. എന്ത് അവരെ കച്ചവടം പോയില്ലേ ചേട്ടാ? ഇനി അവരെന്ത് ചെയ്യും?
ഇത് എന്താ എനിക്ക് തോന്നുന്നു വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ വരും. അവര് അവരുടെ ലൈസൻസ് എല്ലാരും ഒപ്പം കഴിഞ്ഞ എടി ഇത് മൊത്തം എടുത്തേക്കണ ഒരാളാണ്, എന്നിട്ട് അയാള് അങ്ങനെ കൊടുത്തേക്കണേ. മനസ്സിലായി. ആ മെയിൻ ആളുടെ സംഭവം കഴിഞ്ഞ്. ഓ ഇനിയപ്പോ പുതിയ ആളുകള് വന്ന് അവര് വേറെ രീതിയിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യണത്. ആണോ? അത് സ്ഥിരമായിട്ട് പണിയെന്നൊക്കെയുള്ള പറയണത് കഥ. സ്ഥിരമായിട്ട് അപ്പൊ അവിടെ പണിതൊക്കെ 2-3 വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഇനി ഇവിടെ ഇരിക്കാനും പാടില്ല എന്ന് പറയണത്. ഇരിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്താല് പാട്ടും ഒച്ചപ്പ എന്താ. അയ്യോ ഇതിപ്പോ പേടിയാവണു ഈ വഴി പോകുമ്പോ അല്ലേ. നോക്കിയേ വെച്ചു ഇങ്ങനെ കണ്ടിട്ടുണ്ടാ? എപ്പോഴും വണ്ടി ഇടാൻ സ്ഥലമില്ലെന്നും പറഞ്ഞ ഇരുതേ നമുക്ക് ഇവിടെ ഇറങ്ങി കുറച്ചു നേരം കടൽക്കാറ്റ് കണ്ട് ചെയ്തേട്ടാ. നമുക്ക് ഇച്ചിരി അവിടെ പോയി നിക്കാം. ബ്രെഡും സ്റ്റൂ അപ്പുറത്താണ്. ഉണ്ട് ഉണ്ടാവും. വെറുതെ അന്ന് ബ്രെഡ് സ്റ്റൂ ഉള്ളപ്പോ വാങ്ങിച്ചു തന്നിട്ടില്ല. എനിക്ക് ഇപ്പൊ തന്നെ വേണം. എനിക്ക് കൊതിയായി. 3 ബ്രെഡും ബീഫ് സ്റ്റൂ വേണം. ആ മണം ഇവിടെ എത്തുന്ന കിട്ടുന്നില്ല. ഐസ്ക്രീം കടയുണ്ട്, അത് വേണ്ട. പോട്ട് ഐസ്ക്രീം ഉണ്ട്. പക്ഷെ ഇവിടെ മേജാന്തിയാണ്. നമുക്ക് എന്തായാലും ഇറങ്ങാം. എന്തായാലേ നീ ഇവിടെ ഇരുന്നോ, ഞാനും അച്ഛനും ഒന്ന് ഇറങ്ങിട്ട് ഒന്ന് കടലൊക്കെ കണ്ടിട്ട് വരാം. കടലല്ലേ? കായൽ. കടലമ്മ പെറ്റതല്ല എന്റെ ചെയ്തണം ഭയങ്കര വാപ്പ. രാത്രി പാട്ടോട് പാട്ടാ, നിങ്ങൾക്ക് അറിയാം. അയ്യോ കണ്ട ലച്ചു വരെ പറയുന്ന ഉറങ്ങാൻ. ഞാൻ ഡാൻസ് ചെയ്തേക്കാം പാട്ട്. ലച്ചു ആണെങ്കിൽ ഞങ്ങളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും. എത്ര കസേര വേണമെങ്കിലും ചെയർ വേണമെങ്കിലും ഉണ്ട്. മറിയ നോക്കിയത് കേട്ടോ, ഫുള്ളാരും ഇല്ല. വരൂ ലച്ചു. ആരും ഇല്ല. എപ്പോഴാണെങ്കിലും നമുക്ക് ഇരിക്കാം. സേതേട്ടൻ പിന്നെയും പോയി കാറിൽ നോക്കണം. സ്ഥിരമുള്ളതാണല്ലോ സേതേട്ട. കാറും കമ്പ്യൂട്ടറും അച്ഛൻ വെറുതെ ഇടൂല. എന്താ ഇത് നല്ല രസമല്ലേ? ഫോൺ തട്ടല്ലേട്ടാ, നല്ല ഭംഗി. ഓ മഴ പെയ്തിട്ട് നോക്കിയേ. ലച്ചിന് ഉറക്കം വന്നുണ്ടാ? നിന്നെ കൊണ്ടുവരണ്ടായിരുന്നു. സേതേട്ടാ എവിടെയെങ്കിലും ഇരിക്കണോ? സ്ഥലമില്ലേ? പട്ടത് ആൾക്കാരെ മുട്ടിട്ട് ഇവിടെ നടക്കാൻ പറ്റണം. സേതേട്ട എപ്പോഴും പറയണൊരു കാര്യമുണ്ട്. 1 മണിയാ 2 മണിയാ ഇവിടെ ഇരിക്കാ, ചില്ലിയാ. ഇവിടെ ആരും അങ്ങനെ ഇരുത്തണൂല്ല എന്ന് പറയണ്ടേ. പോലീസ് ഓടിച്ചിടണമെന്ന് പറയുന്നത്. നമ്മളല്ല, ഫാമിലീസിനൊന്നും ചെയ്യില്ല. അല്ലാത്തവരെ ലച്ചുവിനെയൊക്കെ. എന്നെ പിച്ചറുണ്ട് ക്യാമറ വീഡിയോ എടുക്കണ അറിയാതെയൊക്കെ പിച്ചണ്. കൊള്ളാതെ ഈ മരം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഒരു കപ്പലണ്ടിക്കാരുണ്ടെങ്കിൽ ഒരു കപ്പലണ്ടി മേടിക്കായിരുന്നു അല്ലേടി? അതും കൂടി ഇവിടെ ഇല്ല. മറ്റത് ഇവിടെ വന്നിട്ട് എല്ലാ കടയുണ്ടായി. അത് വേണോ നിനക്ക്? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? ഗോലി സോഡ വേണോ? ലാസ്റ്റ് ഒന്നും വാങ്ങാതെ ഇവിടെ ഒന്നും കട ഉണ്ടാവില്ലായിരിക്കും. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കട ഉണ്ടായല്ല. ഏത് സ്ഥലത്തേക്ക് വാക്കയില് കടയില്ലാത്തൊരു സ്ഥലം ഫ്ലാറ്റിന്റെ അവിടെയാണ്. ഇവിടെ ഉണ്ടായില്ലല്ലേ? അപ്പുറത്തോട്ട് എനിക്കൊരു ബോട്ടിയില്ലേ, അതിന്റെ മണം തന്നെ. ഇങ്ങനെ ഡെലിവറിയുടെ ഇങ്ങനെ ബോട്ടിയില്ലേ, അതിന്റെ ഒരു മണം. ആളുകൾ ഇരിക്കേണ്ട സ്ഥലത്ത് എലികളായിരിക്കും.
നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ എന്താ ആളുകളാവാനാണ് ഈ ഐ ലവ് കൊച്ചി എന്നൊക്കെ എഴുതിയ സ്ഥലത്ത്. പാട്ടും ഡാൻസും ആളുകളും. ഇപ്പൊ ആരുമില്ല. എന്താ കൊറോണ പിടിച്ച സമയം പോലെ തോന്നുന്നു അല്ലേ ചേട്ടാ? ഇപ്പൊ മീൻസ് വാക്കയിലൊന്നുമില്ല, ഹോട്ടലും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ പോലെ ആയിപ്പോയി. എന്തായാലും കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ക്ലാസ് അടക്കാറായി, അതന്നെ വലിയ കാര്യം അല്ലേ? അല്ലെങ്കിൽ ഗ്യാസും ഇല്ല, ആകെ പ്രാന്ത്. അപ്പൊ ഇവരെ സ്കൂൾ ക്യാൻറ്റീനൊന്നും ഉണ്ടാവൂലായിരുന്നു. ചക്കടോ പതുക്കെ പോയാ മതിട്ടാ. അവര് ബ്ലിങ്ക് ചെയ്ത്. ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല, അതാണ് അയാൾ അങ്ങനെ കാണിച്ചത്. ഓട്ടോമാറ്റിക്കലി ആവൂലേ? അങ്ങനെ നമ്മള് വീടെത്താറായി. വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലച്ചുറങ്ങി. അടുത്തൊരു പുതിയ വീഡിയോ എടുത്ത് സ്ഥലം വരാം. ബൈ. നമ്മളിനി വീട്ടിലേക്ക് എത്തിക്കേറാൻ പോവാ.